കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ദൈവമക്കളായ വിശ്വാസികളായ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയിലുള്ള മറുപടി, അല്ലേ? പല വിഷയങ്ങളും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ പലപ്പോഴും പല പ്രാർത്ഥനകൾക്കകത്തും ചിലത് മറുപടി ലഭിക്കാതെയും ചിലത് മറുപടി ലഭിക്കാൻ താമസിക്കുകയും ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ട്. ഇതിനകത്ത് ദൈവപദ്ധതി എന്നുള്ളൊരു വിഷയം പ്രാധാന്യമുള്ളതാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും വേണം. പക്ഷേ ഒരു കാര്യം നമ്മൾ നിശ്ചയമായിട്ട് തിരിച്ചറിയേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ആഴമായി വെളിപ്പെട്ടു വരും. എന്നാൽ അത് വെളിപ്പെട്ട് വരണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെ തിരുവചനം പറയുന്നത് പോലെ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മുടെ വിഷയത്തിന് ലഭ്യമാകുകയുള്ളൂ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് മറുപടി ലഭിക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? രഹസ്യത്തിൽ, അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. എന്തുവാ അതിൻ്റെ അർത്ഥം? വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരു മാനദണ്ഡമാണ് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, അറയിൽ കടന്ന് വാതിലടയ്ക്കുക എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഏകാഗ്രതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തിയോട് നമ്മളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അവർ കേൾക്കുകയും അവർ പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മറുപടികൾ കൃത്യമാകുന്നത്. വ്യക്തമല്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി വ്യക്തമാകത്തില്ല എന്നതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടാണ് നമ്മുടെ വിഷയങ്ങൾ നമ്മൾ പറയുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവവും നീയും മാത്രമേ ആ സമയത്ത് കണക്ട് ചെയ്യാവൂ. വേറൊന്നും അവിടേക്ക് വരല്ലേ, വേറൊരു ചിന്ത വരല്ലേ. ഇപ്പോൾ നമുക്കറിയാം, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി മെസ്സേജ് അയച്ച് ഇല്ലെങ്കിൽ റീല് നോക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ എങ്ങനെയാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഇവിടെ എങ്ങനെയാണ് ദൈവത്തിന് മറുപടി പറയാൻ കഴിയുന്നത്? പറ്റത്തില്ല. സ്തോത്രം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രാർത്ഥന എന്നത് ഏകാഗ്രതയിൽ നിന്നായിരിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായിട്ട് ദൈവം മറുപടി തരികയും ചെയ്യുമെന്നുള്ളതിനകത്ത് സംശയമില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന കഴിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. മാത്രമല്ല അടുത്ത് പറയുന്നൊരു ഭാഗം ഇതാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കുവിൻ, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ഏകാഗ്രതയിലും ദൈവസന്നിധിയിലുമാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഫലം തരാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളതിനകത്ത് സംശയമില്ല. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം എങ്കിൽ ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ അറിയിക്കുക. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്തെ നമ്മുടെ മേൽ അയക്കും. പ്രാർത്ഥിക്കുക. ദൈവം മറുപടി തരാൻ വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറയ്ക്കണം. ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കണം. എല്ലാ ശൂന്യതകളിൽ നിന്നും കർത്താവ് ഒരു വിടുതൽ അവിടെ നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്
യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.